വർഷങ്ങൾക്ക് മുൻപ് നടി ശ്വേതാ മേനോൻ തന്റെ പ്രസവം സിനിമയ്ക്കായി ചിത്രീകരിക്കുവാൻ അനുവാദം നൽകിയപ്പോൾ വലിയ വിമർശനങ്ങളായിരുന്നു ശ്വേതാ മേനോൻ നേരിട്ടത്. എന്നാൽ ശ്വേതയെ അന്ന് വിമർശിച്ച അതേ മലയാളികൾ ഇന്ന് ദിയയ്ക്ക് വലിയ പിന്തുണയും അതുപോലെ തന്നെ ദിയെ വാനോളം പുകഴ്ത്തുകയും ചെയ്യുന്നു. ദിയയുടെ പ്രസവമാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ആഴങ്ങളിൽ ക്വാളിറ്റി ഹെൽത്ത് സീരീസ്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രമുഖ ഗൈനക്കോളജിസ്റ്റ്. ഡോക്ടർ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നടി ശ്വേതാ മേനോൻ നേരിട്ടൊരു വിമർശനമുണ്ടായിരുന്നു. അന്ന് പ്രമുഖ പത്രങ്ങളിൽ പോലും ശ്വേതയെ വിമർശിച്ചുകൊണ്ട് ഇതുപോലെ കാർട്ടൂണുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ദിയാകൃഷ്ണയുടെ പ്രസവത്തിനും കിട്ടുന്ന ഒരു വലിയൊരു പിന്തുണയുണ്ടല്ലോ. മാത്രമല്ല ദിയയെ വലിയ രീതിയിൽ പുകഴ്ത്തുകയും ശ്വേതയെ വിമർശിച്ച അതേ മലയാളികൾ ഇന്ന് ദിയെ പുകഴ്ത്തുകയാണ്. ഇത് ഈ കാലം മാറിയതിനനുസരിച്ച് മലയാളിയുടെ ചിന്തകൾക്ക് വന്ന ഒരു മാറ്റം മാത്രമാണെന്നാണ് ഡോക്ടറിന് തോന്നുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ബിക്കോസ് ശ്വേത മേനോന്റെ ഡെലിവറി നടക്കുന്ന ഇഫ് ഐം റൈറ്റ് 2012 13 ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 12-13 വർഷത്തിന് ശേഷം അന്ന് നടന്നതും ഇന്ന് നടന്നതും സെയിം സംഭവമാണ്. കാരണം ഡെലിവറി അന്നും ശ്വേത മേനോന്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. സെയിം ബർത്ത് കമ്പാനിയൻ എന്ന് പറയും നമ്മളതിന്. ആ കൂടെ ഉണ്ടായിരുന്നു. ഇന്നും അത് തന്നെ ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു. പ്രോസസ് ആസച്ച് തന്നെ. അപ്പം ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ജനങ്ങളിലും മാറിയിട്ടുള്ള ചിന്താഗതിയുടെ ഒരു ഇത് തന്നെയാണ്. അത് ക്ലിയർ എവിഡൻസ് ആണത്. ഡോക്ടർ, അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രമുഖ പത്രത്തിലായിരുന്നു ഒരു കാർട്ടൂൺ വന്നത്. അതായത് സിനിമയ്ക്ക് ആള് കയറാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സീക്വൻസ് വെക്കുന്നത് എന്നൊക്കെയായിരുന്നു അന്ന് നേരിട്ട വിമർശനം. മാത്രമല്ല ശ്രീവത്സൻ മേനോൻ, ശ്വേതയുടെ ഭർത്താവ്, ഒപ്പം നിന്നതിനെ വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്തു. പക്ഷെ ഇന്ന് ദിയെ സംബന്ധിച്ചിടത്തോളം ദിയയുടെ ഹസ്ബൻഡ് അശ്വിൻ മാത്രമല്ല, ആ ഒരു ഹോൾ ഫാമിലി ആയിരുന്നു ദിയയ്ക്കൊപ്പം നിന്നത്. ഒരുപക്ഷെ ആ പ്രസവ വീഡിയോ കാണുമ്പോൾ നമ്മളെയൊക്കെ മനസ്സ് നിറയാൻ കാരണം ആ ഫാമിലിയിൽ നിന്ന് ദിയയ്ക്ക് കിട്ടുന്ന ഒരു വലിയൊരു സപ്പോർട്ടാണ്. ഒരുപക്ഷെ ആ ഒരു സമയത്ത് ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്നതും തീവ്രമായി ആഗ്രഹിക്കുന്നത് അത്തരത്തിലൊരു ഫാമിലി സപ്പോർട്ട് തന്നെയല്ലേ. അതിലേക്ക് എന്തുകൊണ്ടാണ് അന്ന് ഈ ആൾക്കാരൊക്കെ, കാരണം പ്രസവം എന്ന് പറയുന്നത് മനുഷ്യരുണ്ടായ മുതലുണ്ടായതാണല്ലോ ഈ പ്രസവം, അന്ന് വിമർശിക്കാനുള്ള കാരണം എന്താണെന്നാണ് ഡോക്ടർ തോന്നുന്നത്? എപ്പോഴും പ്രസവം എന്നൊക്കെ പറയുന്ന ഒരു നമ്മുടെ പൊതുവെ സമൂഹത്തിന്റെ ഇടയിൽ ഒരു ടാബു എന്നൊക്കെ പറയില്ലേ, അതിനകത്ത് അത് അങ്ങനെ പബ്ലിക്കായിട്ട് പരസ്യമായിട്ട് കാണേണ്ട ഒന്നല്ല എന്നുള്ളൊരു ചിന്താഗതി ആയിരിക്കണം ഒരു പക്ഷേ അന്ന്. അതൊരു സ്ത്രീയുടെ സ്വകാര്യമായിട്ടുള്ള ഒരു പ്രൈവറ്റ്, വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം പണ്ട് കാലങ്ങൾക്ക് വീട്ടിലായിരുന്നു ഡെലിവറി നടന്നിരുന്നത്. പിന്നീട് ആണെങ്കിൽ പോലും അതൊരു വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ള ഒരു ചിന്താഗതി ആയിരിക്കണം ഒരു പക്ഷേ അന്ന്. പക്ഷെ ഇന്ന് കുറെ കാലങ്ങൾ മാറിയതിനനുസരിച്ച് നമ്മുടെ ഓരോ എല്ലാവരുടെ കാര്യത്തിലും ചിന്താഗതികളും മാറ്റം വന്നത് തന്നെയാണ്. ആൻഡ് ഈ ഒരു ഡെലിവറിയുടെ സമയത്ത് ഇപ്പൊ പറഞ്ഞ പാരന്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി അത് നിൽക്കുന്ന ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഓൾറെഡി ഒരു സ്ത്രീ ആ ഡെലിവറി സമയത്ത് ഒരുപാട് സ്ട്രെസ്സിൽ, അവർക്കൊരു ഫിസിക്കൽ പെയിനിന്റെ പുറമെ തന്നെ ആ ഒരു മെന്റൽ ഇമോഷണൽ ട്രോമയിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ്, പെയിൻ ഉണ്ട്. അത് കൂടാണ്ട് ഇമോഷണലി പലർക്കും അതിനോടുള്ളൊരു ഭയം ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഹോർമോണൽ ചേഞ്ചസ്, ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു ഇമോഷണൽ പെൺകുട്ടിക്ക് സെൻസിബിൾ ആയിട്ട് ചിന്തിക്കാനും പറ്റും. അതെ. അപ്പൊ ആ ഒരു സമയത്ത് ഒരു ഡോക്ടറായിട്ട് നല്ല റാപ്പ് ഉണ്ടാവും, തീർച്ചയായിട്ടും അത് ഉണ്ടാവും. പക്ഷെ അത് കൂടാണ്ട് നമ്മുടെ സ്വന്തം അമ്മയുടെയോ ഹസ്ബൻഡിന്റെയോ ഒക്കെ ഒരു സപ്പോർട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ബിക്കോസ് അത് നമുക്ക് ആ ഫേസിലൂടെ കടന്നു കുറച്ചുകൂടെ എളുപ്പമാക്കും. പെയിൻ ആണെങ്കിലും അല്ലെങ്കിൽ ആ ഇമോഷണൽ സപ്പോർട്ടൊക്കെ നമുക്ക് വളരെ ആ ഒരു ഫേസ് പെട്ടെന്ന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ആ പ്രസവ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ നോട്ടം മുഴുവൻ സത്യം പറഞ്ഞ ദിയയുടെ ഒപ്പം തന്നെ സിന്ധുവിലായിരുന്നു എൻ്റെ നോട്ടം മുഴുവൻ. കാരണം ഇപ്പം ഒരു അമ്മ 4, 5, 6, 8 പ്രസവിച്ചോട്ടെ, പക്ഷേ തൻ്റെ മകൾ പ്രസവിക്കുമ്പോൾ ഏതൊരു അമ്മയുടെ മനസ്സിലും ഒരുപാട് ആശങ്കകളും ആദികളും ഒരുപാട് സംശയങ്ങളും കാണും. കാരണം അത് മകളോടുള്ളൊരു അമിത സ്നേഹവും കൂടി കൊണ്ടാണ്. പക്ഷേ അവിടെ സിന്ധു എന്നൊരു അമ്മ ആശങ്കകളും വേവലാതികളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അത് മകളിലേക്ക് പകരാതെ, മാത്രമല്ല ചുറ്റുമുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാതെ. അപ്പോൾ അതിനകത്ത് ദിയ പറയുന്നുണ്ട്, എനിക്ക് വേദനിക്കുന്നുണ്ടമ്മ, എനിക്ക് പേടിയാവുന്നമ്മ എന്ന് ദിയ പറയുമ്പോൾ ആ സിന്ധു ആശ്വസിപ്പിക്കുന്ന ആ ഒരു രീതിയുണ്ട്. വളരെയധികം കാമായിട്ട് സൈലന്റ് ആയിട്ടാണ് സിന്ധു അടുത്ത് നിൽക്കുന്നത് അല്ലേ? അതെ, ശരിക്കും വളരെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇപ്പൊ എനിക്കൊന്ന് എല്ലാവർക്കും അത് കുറച്ചും കൂടെ മനസ്സിലാകാൻ തുടങ്ങുന്നുണ്ട് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. ഒരു ബർത്ത് കമ്പാനി അല്ലെങ്കിൽ ഹസ്ബൻഡോ ഫാമിലിയോ നിൽക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നു അന്നത്തെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ശ്വേത മേനോന്റെ ആ ഒരു സമയത്തേക്കാളും കുറച്ചും കൂടെ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു.
ഇപ്പോൾ പറഞ്ഞല്ലോ ഇപ്പം സിന്ധു വളരെ കാം ആൻഡ് കമ്പാഷനേറ്റ് ആയിട്ടാണ് അടുത്ത് നിന്നത്. പക്ഷെ പല അമ്മമാർക്കും അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് ആ സമയത്തുള്ളൊരു പേടി, കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, BP ഷൂട്ട് ഔട്ട് ആവോ, ഷുഗറിൻ്റെ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ള ആ ഒരു ഭയം എല്ലാ അമ്മമാരുടെയും മനസ്സിൽ കാണും. പക്ഷേ ചിലപ്പോൾ കുട്ടിക്ക് അങ്ങനെയുള്ളൊരു, ആ പെൺകുട്ടിക്ക് അങ്ങനെ കാണില്ല, പക്ഷെ ആ ഒരു ഭയം ആ കുട്ടിയിലേക്കും ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്തു ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അപ്പം നമ്മളിപ്പം ഈ ഒരു പ്രസവം നടക്കുമ്പോൾ അത്തരത്തിൽ ആകുലതകളുള്ള ആൾക്കാർ അതായത് ഇപ്പം അമ്മയാണെങ്കിൽ പോലും ഹസ്ബൻഡ് ആണെങ്കിൽ പോലും അത്തരത്തിൽ ആകുലതകൾ ഉണ്ടെങ്കിൽ ആ പ്രസവ മുറിയിലേക്ക് കയറാതിരിക്കുന്നതാണോ നല്ലത്? പക്ഷെ ഒരു സപ്പോർട്ട് എന്നുള്ള നിലയിൽ അമ്മയും ഹസ്ബൻഡും ആകുലത ഉണ്ടെങ്കിൽ പോലും അവർ കയറിക്കോട്ടെ എന്നാണോ? അതിനാണ് നമുക്ക് പലപ്പോഴും എല്ലാവർക്കും ഇപ്പം ഇവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്, ഹസ്ബൻഡിനെ ആണെങ്കിലും ദിയാകൃഷ്ണയുടെ ഹസ്ബൻഡിനെയും മദറിനെ ആണെങ്കിലും. ബിക്കോസ് ആ ഒരു സമയത്തുള്ള ആ സ്ട്രോങ് പ്രസൻസ് ഓഫ് മൈൻഡ്, ആ ഒരു സ്ട്രോങ് സപ്പോർട്ട് അവർക്കും ഇത്തിരി ധൈര്യം വേണം, അല്ലെങ്കിൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ആന്റിനേറ്റൽ ക്ലാസ്സസ് ഒക്കെ നമ്മളിപ്പോൾ ഒരുപാട് എൻകറേജ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ആ പ്രഗ്നൻസി സമയത്ത് ഹസ്ബൻഡിനെ ഒക്കെ കൂട്ടിയിട്ട് വന്നിട്ട് നമ്മൾ പല സ്റ്റേജിലും പ്രഗ്നൻസിയുടെ സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടും ലൈക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഹസ്ബൻഡ്സ് ആയിക്കോട്ടെ, മദേഴ്സ് ആയിക്കോട്ടെ, ആ ഒരു സമയത്ത് ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ കുറച്ചുകൂടെ അറിയാൻ പറ്റും എന്താ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ മെന്റലി പ്രിപ്പയർഡ് ആയിട്ട് അവർക്കത് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോഴും ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് ആന്റിനേറ്റൽ ക്ലാസ്സസ് വെക്കാറുണ്ട്. ഓരോ പ്രഗ്നൻസിയുടെ ഓരോ ഫേസിലുള്ളതും പ്രഗ്നൻസി ടൈമിൽ ഡെലിവറിയുടെ സമയത്തും എന്തൊക്കെയാണ് നടക്കുന്നത്. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടെ ആ സമയത്ത് അവർക്ക് കൂടെ വന്ന് നിൽക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പം അശ്വിനെ കുറിച്ചുള്ള ഒരു സംസാരം എന്ന് പറയുന്നത്, ഇത്രയും നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടാൻ എല്ലാ പെൺകുട്ടികൾക്കും അശ്വിനെ പോലെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. ഈ പലപ്പോഴും പല ആണുങ്ങളും ലൈവായിട്ടിരുന്ന് നമ്മൾ ഈ ഫ്രണ്ട് സർക്കിളിലൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, മീശ വിരിച്ചുകൊണ്ട് ഞാൻ അവളെ ഗർഭിണിയാക്കിയെന്ന്, മീശ വിരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ആണത്ത ബോധത്തോടെ ഇങ്ങനെ പറയും. പക്ഷേ പ്രസവമുറിയിൽ ബ്ലഡ് കാണുമ്പോൾ ഇവരൊക്കെ തല കറങ്ങി വീഴും. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആണുങ്ങളും അങ്ങനെയാണെന്ന് തോന്നുന്നു. അതാ ഞാൻ പറഞ്ഞു, അപ്പത്തെ ആ ഒരു സമയത്ത് ആ സ്ട്രോങ് വിൽ പവർ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആണുങ്ങൾക്കാണെങ്കിൽ. ബിക്കോസ് എപ്പോഴും സ്ത്രീകൾ അതിലൂടെ കടന്നു പോകുന്നു, ആണുങ്ങൾ പുറത്ത് ലേബർ റൂമിന്റെ പുറത്ത് നിന്നിട്ട് ഓഫ്കോഴ്സ് അവർക്ക് ടെൻഷൻ ഇല്ലാന്നല്ല, ടെൻഷനുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ കണ്ട് ബ്ലഡ് കാണുമ്പോൾ തന്നെ തല കറങ്ങി വീഴുന്നതാണ് മിക്കവാറും. ബട്ട് അപ്പം അല്ല, മാമിന് അത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്? തലകറങ്ങി വീഴുന്നതാണോ? തലകറങ്ങി വീഴുന്നല്ല, പക്ഷെ പലപ്പോഴും ഈ നമ്മൾ കൂടെ ഹസ്ബൻഡ് അടുത്ത് ഓപ്ഷൻ കൊടുക്കാറുണ്ട്, വേണമെന്നുള്ള എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യാറാണ്, നമ്മൾ എപ്പോഴും ചോദിക്കാറാണ് കൂടെ നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ. ഞാൻ എപ്പോഴും എല്ലാവരും നമ്മളെല്ലാം പൊതുവെ എൻകറേജ് ചെയ്യുന്നതാണ് കൂടെ നിൽക്കൂ. സോ ദാറ്റ് അവർക്ക് അറിയാം, ഒന്ന് പേഷ്യൻ്റ് സപ്പോർട്ട് ചെയ്യുക, അവർക്ക് അറിയാൻ പറ്റും എന്താണ് വൈഫ് അതിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത്. ആൻഡ് ആസ് എ ഡോക്ടർ എനിക്ക് തോന്നുന്നത് ഞാൻ എപ്പോഴും എൻകറേജ് ചെയ്യാൻ, വൈ ബിക്കോസ് അവർക്കറിയാം നമ്മൾ ആസ് എ ഡോക്ടർ നമ്മളും എത്രത്തോളം അതിന് എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് അവർ കാണുകയാണ്. ഹോൾ സിറ്റുവേഷൻ ഡോക്ടർ പെർസ്പെക്റ്റീവ്, സ്റ്റാഫിന്റെ ഹെൽത്ത് കെയർ സ്റ്റാഫ് അതിന് വേണ്ടിയിട്ട് എത്രത്തോളം കെയർ ചെയ്യുന്നതും കാണുന്നു, പേഷ്യന്റ് അതിലൂടെ അണ്ടർഗോ ചെയ്യുന്നു അത് കാണുന്നു. അപ്പം ബേസിക്കലി എല്ലാം കണ്ടു കഴിയുമ്പോൾ ഇത് എത്രത്തോളം ഒരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറിലൂടെ കടന്നു പോകുന്നതെന്നുള്ളത് എപ്പോഴും അറിഞ്ഞിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ആണുങ്ങളും കൂടെ നിന്ന് അത് കണ്ടിരിക്കണം എന്നാണ്. ബിക്കോസ് അവർക്ക് അറിയാൻ പറ്റും അപ്പൊ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. മറ്റത് ലേബർ റൂമിന്റെ പുറത്ത് നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് ഒച്ച വെക്കുന്നു, അത് കഴിയുന്നു, ടെൻഷൻ ഇല്ല എന്നല്ല. ബട്ട് ദെൻ കണ്ടു കഴിയുമ്പോൾ ഓഫ്കോഴ്സ് അങ്ങനെയാണല്ലോ, നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അതിന്റെ ഒരു അകലം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ നടൻ കൃഷ്ണകുമാർ, അദ്ദേഹത്തിന്റെയും ദിയയും തമ്മിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ഡെലിവറിക്ക് മുന്നേ ആയിട്ട് കൃഷ്ണകുമാർ ദിയയുടെ വയറ്റിൽ ഇങ്ങനെ മെല്ലെ തടവി കൊടുക്കുന്നത്, കൃഷ്ണകുമാറും അതോടൊപ്പം തന്നെ അഹാനയും രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ തടവി കൊടുക്കുന്നത്. ഇപ്പം അച്ഛൻ മകളുടെ ആ ഒരു വയറ് തടവാന്നുള്ളത് വളരെയധികം എന്താ പറയുക, ആ കാഴ്ചയൊക്കെ ഒന്ന് കാണാന്നുള്ളതല്ലോ. കാരണം ഒരു അച്ഛൻ്റെ ഒരു കെയർ ഇപ്പോൾ വിവാഹത്തിന് ശേഷവും പെൺമക്കൾ ആഗ്രഹിക്കുന്നതാണ്. കാരണം അവളെ ലൈഫിൽ അവൾ ആദ്യമായിട്ട് കാണുന്ന പുരുഷനാണ് അവളുടെ അച്ഛൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ദിയയുടെ വയറ്റിൽ ഇങ്ങനെ കൃഷ്ണകുമാർ ഇങ്ങനെ തടവി കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ആ വയറ്റിനുള്ളിൽ കിടക്കുന്ന ആ കുട്ടിക്കും തൻ്റെ അപ്പൂപ്പൻ്റെ ആ സാന്ത്വനം, അപ്പൂപ്പൻ്റെ ആ കെയർ കിട്ടുന്നുണ്ട്. ആ കുട്ടി അത് അറിയുന്നുണ്ടായിരിക്കും അല്ലേ? പിന്നെ അത് ആ ഒരു സമയത്ത് ഒരു ബോണ്ടിങ്, അതൊരു വല്ലാത്തൊരു ബോണ്ടിങ് ആണല്ലോ. അത് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് ചൈൽഡ് എന്നുള്ള ഒരു റിലേഷൻ വളരെ ആ ഒരു സമയത്ത് തന്നെ വളരെ സ്വീറ്റ് മൊമെന്റ്സ് ആണ്. അതൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കണ്ണു നിറയുന്ന ഒരു മൊമെന്റ് ആണ്. ഇപ്പോൾ പലരും ഉള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ, എനിക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം എപ്പിഡ്യൂറിൽ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നിട്ടും ആ ഒരു സമയത്ത് പുഷിന്റെ സമയത്ത് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അതെന്താണ് ഈ എപ്പിഡ്യൂറിൽ ഇഞ്ചെക്ട് ചെയ്തിട്ടും ആ പുഷിന്റെ സമയത്ത് അങ്ങനെ ഒരു വേദന വരാനുള്ള കാരണം എന്താണ്? എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആക്റ്റീവ് ഫേസ്, അതായത് ഒരു യൂട്രസിന്റെ ഓപ്പണിംഗ്, അതായത് സെർവിക്സ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്ത് ഒരു ആക്റ്റീവ് ഫേസിലേക്ക് ഒരു 3-4 സെന്റിമീറ്റർ കഴിയുമ്പോഴാണ് നമ്മളത് എടുക്കുന്നത്. അതാണ് ഐഡിയൽ ടൈം എപ്പിഡ്യൂറൽ എടുക്കാൻ. എപ്പിഡ്യൂറൽ എടുത്തു കഴിഞ്ഞാലും ആ ഒരു
യൂട്രസ് സെർവിക്സ് കംപ്ലീറ്റ് ആയിട്ട് തുറന്ന് ആ പുഷ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ പെയിൻ ഉണ്ടായിരിക്കാം. 100% എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പലപ്പോഴും പല സിറ്റുവേഷനിലും നമുക്കത് ആ ഒരു പുഷ് ചെയ്യുന്നതിന്റെ ഒരു സ്ട്രെസ്സിന്റെ സമയത്ത് ഒരു പക്ഷെ ഉണ്ടായേക്കാം. അത് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം എപ്പിഡ്യൂറൽ കുത്തിവെച്ചാലും ആ പുഷ് ചെയ്യുന്ന സമയത്ത് ഒരു വേദന ഒരു പക്ഷേ ഉണ്ടായിരിക്കും. അതെ കുറച്ച് ഉണ്ടായേക്കാം. നമുക്കത് അതാ പറഞ്ഞ 100 എപ്പിഡ്യൂറൽ കൊടുത്തു അതുകൊണ്ട് 100% ഒരു പെയിനും ഇല്ലാതെ ബേബി പുറത്ത് വരുന്നു നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. ബട്ട് ഓഫ് കോഴ്സ് എപ്പിഡ്യൂറൽ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ്ലി പ്ലേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് പെയിൻ റിലീഫ് ഉണ്ടാവും. അതായത് പെയിനിന്റെ തോത് കുറയ്ക്കും. അതാണ് എപ്പിഡ്യൂറലിനെ ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇപ്പോ സാധാരണഗതിയിൽ ഇങ്ങനെ പ്രസവം നടക്കുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പം ദിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഹോൾ ഫാമിലി ഉണ്ടായിരുന്നു, ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷെ പല സ്ത്രീകളും സോഷ്യൽ മീഡിയയിൽ ഞാൻ വായിച്ചതാണ്, എനിക്ക് ആരും വേണ്ട, ഇത്രയും ആൾക്കാരൊന്നും എനിക്ക് വേണ്ട, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി, ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ആകെ അങ്ങ് ഭയന്നു പോകും. ഡോക്ടറിന് അതെന്താണ് തോന്നുന്നത്? അതൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണോ? ഡെഫിനറ്റ്ലി ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. ഇപ്പം ഒരു സ്ത്രീ പ്രിഫർ ചെയ്യാണ് എനിക്ക് ആരും കൂടെ വേണ്ട, ഞാൻ തന്നെ, അതും അവരുടെ ചോയ്സ് ആണ്. നമ്മളെല്ലാം ആ ഒരു കടന്നു പോകുന്ന ഡെലിവറി ചെയ്യുന്ന ആ പേഷ്യൻ്റെ ഒരു ചോയ്സിനെ നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യണം. ഇപ്പം അവർ പറയുകയാണ് എനിക്ക് ഹസ്ബൻഡ് മാത്രം മതി എന്നാണെങ്കിൽ വി ഷുഡ് ഗിവ് ലീവ് ഇറ്റ് ടു ഹർ, ലൈക്ക് ഹസ്ബൻഡിന് മാത്രം, അല്ല ഇനി അമ്മ മതി. എപ്പോഴും അവരുടെ ഒരു ചോയ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട് വേണം ഇതാക്കാനായിട്ട്. പിന്നെ ഒരുപാട് പേര് ആ ഡെലിവറി റൂമിൽ അതിന് സയന്റിഫിക്കലി അത് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ലോഡ് ഓഫ് ഇൻഫെക്ഷൻ പുറത്തുനിന്നുള്ള, കാരണം നമ്മളൊരു ഡെലിവറി എടുക്കുന്നത് എപ്പോഴും അത്രയും ഹൈജീനിക്, അത്രയും പ്രിക്വേഷൻസ് നമ്മൾ സ്ക്രബ് ചെയ്ത് ഏപ്രിൻ ഇട്ട് മാസ്ക് വെച്ച് ക്യാപ്പ് വെച്ചിട്ടൊക്കെയാണ് യൂഷ്വലി ഡെലിവറി എടുക്കുന്നത്. അപ്പം നമ്മൾ ഒരുപാട് പേര് പുറത്തുനിന്ന് വരുമ്പം അതൊരു സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ്റെ ഒരു കൺസേൺ തന്നെയാണ്. ബട്ട് ദെൻ അഗെയിൻ ഇറ്റ്സ് എ പേഴ്സണൽ ചോയ്സ് പേഷ്യൻ്റ്. ഇപ്പോൾ നമ്മൾ ഈ ഡെലിവറി സമയത്ത് ഹസ്ബൻഡ് കൂടെ നിൽക്കുമ്പോൾ അവരുടെ ഒരു ബന്ധം, അതായത് ഫ്യൂച്ചറിൽ അവർ തമ്മിലുള്ള ദാമ്പത്യ ബന്ധം, കാരണം തൻ്റെ കുഞ്ഞിനെ അത്രത്തോളം വേദന സഹിച്ചാണ്, അത്രത്തോളം എഫേർട്ട് എടുത്താണ്, വേദന സഹിച്ചു പിടിച്ചാണ് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് തൻ്റെ ഭാര്യ. അപ്പോൾ ആ രംഗം കാണുന്ന ഹസ്ബൻഡ്, അടുത്ത് നിന്ന് കാണുന്ന ഹസ്ബൻഡ് ഫ്യൂച്ചറിൽ ആ ഭാര്യയെ കൂടുതൽ കരുതലോടെ സ്നേഹിക്കുകയും കൂടുതൽ അവളുമായിട്ടുള്ളൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവാനായിട്ട്, ആ ബന്ധം കൂടുതൽ ദൃഢമാവാനായിട്ട് ഭർത്താവ് ഒപ്പം നിൽക്കുന്നത് എത്രത്തോളം അത് ആ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കും തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ബിക്കോസ് അല്ലെങ്കിൽ പുറത്തുനിന്ന് നമുക്ക് കേട്ടാം ഡെലിവറി, അത് എല്ലാവരും 9 മാസം പ്രഗ്നന്റ് ആവുന്നു, ഡെലിവറി ആവുന്നു, അത് കാലങ്ങളായിട്ട് നടന്നത്, അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ഒന്നുമില്ല. അതൊരു തിയറിറ്റിക്കലി പറയുന്ന പോലെ പോകുന്നുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ കണ്ട് അത് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ് ഹസ്ബൻഡ്സിന്. അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും അതിനോട് ഒരു റെസ്പെക്ട് ഇത്തിരി കൂടും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ശ്വേതാ മേനോൻ്റെ കാര്യം, അതിനകത്തൊരു വലിയൊരു വിമർശനം വന്നതെന്ന് വെച്ചാൽ ഇത് സ്ത്രീയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ജീവിതകർമ്മമാണ്, അതെന്തിനു പരസ്യമാക്കുന്നു എന്നുള്ളൊരു വിമർശനമായിരുന്നു അന്ന് ഉയർന്നു വന്നത്. മാത്രമല്ല ശ്വേതയ്ക്ക് ഭീഷണി കത്തുകൾ വന്നിട്ടുണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ പോലും രൂക്ഷമായ രീതിയിൽ, പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു ശ്വേതയ്ക്ക് നേരിടേണ്ടി വന്നത്. പക്ഷേ ഇന്ന് ഇത്രയും കാലം മാറിയപ്പോൾ ദിയ മാത്രമല്ല, ദിയയുടെ ചുവട് പിടിച്ചും അതിനു മുന്നേയും ഒരുപാട് സ്ത്രീകൾ ഇതേപോലെ തങ്ങൾ പ്രസവം ഇതുപോലെ യൂട്യൂബിൽ വീഡിയോ ആക്കുകയും അത് പബ്ലിക്കിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇത് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നാണ് ഡോക്ടറിന് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ശ്വേതാ മേനോൻ ഒരു 15-20 ഇയേഴ്സ് എഹെഡ് ഓഫ് ടൈം ചിന്തിച്ച് പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു. അതർവൈസ് ഇറ്റ്സ് എ സെയിം തിങ്. അത് ശ്വേതനെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം അന്ന് അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു സമയത്ത്, കാലഘട്ടത്തിൽ ഇത് ഇങ്ങനെ ഇത് പിക്ചറൈസ് ചെയ്തിട്ട് അത് പബ്ലിക്കലി ഇതാക്കാനുള്ള ഒരു ആത്മധൈര്യവും അങ്ങനെ ഇതാക്കാനുള്ള ഒരു ഗഡ്സ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. പക്ഷെ ഇന്നത് പോസിറ്റീവായിട്ട് നിൽക്കുന്നു, പക്ഷെ അന്ന് എത്രയൊക്കെ ക്രിട്ടിസൈസ് ചെയ്ത് എന്തിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവും ആ ഒരു സമയത്ത് അല്ലേ. അപ്പം ഇന്ന് അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുന്നു. അന്ന് അതിനെക്കുറിച്ച് ഈ പറഞ്ഞ പോലെ അക്സെപ്റ്റൻസ് കുറവാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയില്ല. പക്ഷെ ഇന്ന് ഇത് ദിയയുടെ ഇത് കാണുമ്പോൾ എല്ലാവരും മെജോറിറ്റി പോസിറ്റീവ് റെസ്പോൺസസ് ആണ്. അന്ന് എത്രത്തോളം നെഗറ്റീവ് വന്നു, ഇന്ന് അത്രത്തോളം പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഈ വീഡിയോസിന് വന്നിട്ടുള്ളത്. സോ ഒരു കണക്കിന് നോക്കിയാൽ നല്ലതാണ്, നമ്മുടെ ആൾക്കാരുടെ ചിന്താഗതി മാറുന്നു, അതിന് ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് നമുക്ക് എടുക്കേണ്ടത്. ഇപ്പോൾ ദിയെ സംബന്ധിച്ചിടത്തോളം ഒരു സുഖപ്രസവമാണ് എന്നാണ്. കാരണം ആ സുഖമെന്ന് പറയുന്നത് ആ പ്രസവിക്കുന്ന മാത്രമല്ല, ആ സുഖം കൊടുക്കാനായിട്ട് ഫാമിലിയും ഒപ്പം ഉണ്ടായിരുന്നു. പ്രസവിച്ചിരിക്കും തോന്നുന്നു 2 ദിവസം കഴിഞ്ഞ് തന്നെ ദിയ വ്ളോഗ് ഇട്ട് തുടങ്ങിയാണ്, വീണ്ടും സജീവമായിട്ട് തന്നെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്.
എനിക്ക് തോന്നുന്നത് അത്രത്തോളം ശാരീരികമായി മാത്രമല്ല മെന്റലിയും അത്രത്തോളം ഫിറ്റ് ആയതുകൊണ്ടാണല്ലേ പെട്ടെന്ന് തന്നെ വ്ളോഗിങ്ങിലേക്ക് പോകാൻ പറ്റുന്നത്. അതെ അതെ. ആൻഡ് സാധാരണ ഒരു പ്രസവം കഴിയുമ്പോൾ സ്ത്രീ ഇത്ര ദിവസം റെസ്റ്റ് എടുക്കണം, സുഖപ്രസവമാണെങ്കിൽ പോലും ഇത്രയും ദിവസം റെസ്റ്റ് വേണം, അനങ്ങാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണല്ലോ പൊതുവെ ഇപ്പോൾ ഒരു കുറച്ചൊക്കെ പറയുന്നത്. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ എ വീക്ക്, വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ് കൊണ്ട് തന്നെ ഇവർ തിരിച്ച് ജോലിയിലേക്കൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കുറച്ച് ആചാരങ്ങളും ഇത്തിരി കൂടുതലാണ്. ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസവ കോഴ്സ് വേണം, ശുശ്രൂഷ വേണം. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ അതൊക്കെ കുറച്ച് അധികം ആവശ്യത്തിൽ കൂടുതലായിട്ട് കുറച്ച് ഉള്ളതെന്ന് തോന്നുന്നു. പക്ഷെ ഇത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യണം. ഇമ്മീഡിയറ്റ്ലി തന്നെ തിരിച്ച് വ്ളോഗിങ് ബാക്ക് ടു, അങ്ങനെയാണ് ശരിക്കും വേണ്ടത്, തിരിച്ച് ബാക്ക് ടു റുട്ടീൻ ലൈഫിലേക്ക്. നമ്മുടെ നാട്ടിൽ ഇതനുസരിച്ച് കുറേ ഫുഡ്, ഒരുപാട് എക്സ്ട്രാ കാലറീസ് ഫുഡൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് റെസ്റ്റ് എടുത്ത് അങ്ങനെ അങ്ങനെ ഇതിൻ്റെ ഒരു ആവശ്യമില്ല. ദിസ് ഇസ് എ വെരി ഗുഡ് ചേഞ്ച്. അത് നല്ലൊരു ഇതാണ് കാണിക്കുന്നത്, ദിയ കാണിക്കുന്നത്. ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലെ പ്രസവത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ പീസസ് ഓഫ് വുമൺ എന്നൊരു സിനിമയുണ്ട്. അതായത് ആ സിനിമയിലെ നായിക വീട്ടിലാണ് പ്രസവിക്കാൻ അവർ തീരുമാനിച്ചത്. പക്ഷേ വീട്ടിൽ പ്രസവിക്കുക എന്നുള്ള ഒരു പ്രോസസ്സിൽ കുട്ടി ഉണ്ടാവുകയും കുട്ടിയുടെ ശരീരത്തിൽ പെട്ടെന്നൊരു നീല നിറം വരികയും ബ്രീത്ത് കുറയും മരിക്കുകയാണ് ചെയ്തത്. ആ ഒരു ട്രോമയിൽ അവരൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോഴും പല സ്ഥലത്തും ഡോക്ടർ കേൾക്കുന്നുണ്ടായിരിക്കും ഈ വീട്ടിൽ പ്രസവിക്കുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെ കൂടി വരികയാണ്. ഇപ്പോൾ പല വെസ്റ്റേൺ കൺട്രീസിലും ഇതുപോലെ സ്ത്രീകൾ വീട്ടിൽ പ്രസവിക്കുകയും അവരിതേപോലെ തന്നെ പെട്ടെന്ന് ആക്റ്റീവായിട്ട് അവരുടെ ജോലിയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് ഡോക്ടറിന് തോന്നുന്നത്? കാരണം ഇപ്പോൾ ദിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്യൂട്ട് റൂമിലായിരുന്നു, എല്ലാ ഒരു ലക്ഷറി സെറ്റപ്പ് ഉണ്ടായിരുന്നു, ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രസവം, അത് ഡോക്ടറിന് അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇവർ ഡെലിവറി, ഹോം ഡെലിവറി എന്ന് പറഞ്ഞാൽ അത് ഡെലിവറി കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിന് അവിടെ പ്രോപ്പർ റെഗുലേറ്റഡ് സിസ്റ്റം ഉണ്ട്. ഒരു പേഷ്യന്റ് ഒരു ഹോം ഡെലിവറിക്ക് അവർ പ്ലാൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആദ്യം അത് രജിസ്റ്റർ ചെയ്യണം. അതിനുള്ള എല്ലാ എക്യുപ്മെന്റ്സും അവർ വീട്ടിൽ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും സജീവമാക്കി റെഡിയാക്കിയിട്ട്, ഇൻ കേസ് എല്ലാ പേഷ്യൻസും ഇല്ല, അത് സെലക്റ്റഡ് പേഷ്യൻസ്, കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തൊരു പ്രഗ്നൻസി വീട്ടിൽ ഡെലിവറി ചെയ്യാൻ വേറെ കോംപ്ലിക്കേഷൻസ് ഉള്ള സേഫ് ആയിട്ടുള്ള ഒരു പ്രഗ്നന്റ് ലേഡി മാത്രം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും റെഡിയാക്കി ഡെലിവറി നോക്കി, അഥവാ വല്ല കോംപ്ലിക്കേഷൻസ്, നമുക്ക് ഏത് ഡെലിവറിയാണ് കോംപ്ലിക്കേഷൻസിൽ പോകാമെന്നറിയില്ല, അതിന് ബാക്കപ്പ് ഒരു ഹോസ്പിറ്റലിലേക്കുള്ള ഇമ്മീഡിയറ്റ് റെഫറല്, പിന്നെ ഇതുപോലെ IV കാനുല, അങ്ങനെ ഫ്ലൂയിഡ് എല്ലാം ഉള്ള ഒരു ഫെസിലിറ്റി വീട്ടിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം ഒരു ഇൻ കേസ് ഓഫ് എമർജൻസി ഒരു എമർജൻസി റെഫറലും കൂടെ ബാക്കപ്പ് റെഡിയാക്കിയതിന് ശേഷമാണ് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഹോം ഡെലിവറി ചെയ്യുന്നത്. പക്ഷേ അത് നമുക്ക് അനുകരിക്കാൻ പറ്റില്ല. ബിക്കോസ് അവിടെ ഒരു പ്രോപ്പർ അവരെ ഗവൺമെന്റിൽ നിന്ന് അവരെ ഹെൽത്ത് കെയർ സെക്ടറിൽ നിന്നൊക്കെ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണത്. പക്ഷെ നമ്മളെ ഇവിടെ ഈടായിട്ട് കണ്ടുവരുന്നത് അങ്ങനെയല്ല. ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് ഒക്കെ പഠിച്ചവരൊക്കെ ഇങ്ങനെ വീട്ടിൽ എല്ലാം കംഫർട്ടബിളി വീട്ടിൽ തന്നെ ഡെലിവറി ചെയ്ത് ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്കറിയില്ല. ഇപ്പൊ പറഞ്ഞു, എക്സാമ്പിൾ പറഞ്ഞു, ബേബി നീല കളറായി, അതൊക്കെ ഏത് പ്രഗ്നൻസിയിലും, ഒരു കുഴപ്പമില്ലാത്ത ഹെൽത്തി പ്രഗ്നൻസിയിലും നമുക്ക് വരാം. ബൈ ദ ടൈം അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടായി നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എമർജൻസി റഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ബേബിനെ ലൂസ് ചെയ്യാം, അല്ലെങ്കിൽ മദറിനെയൊക്കെ ലൂസ് ചെയ്യാവുന്ന സിറ്റുവേഷൻസ് വരാം. അതിന്റെ ഒരു ആഴം എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ് പ്രോസസ് എന്ന് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഹോം ഡെലിവറീസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രസവം എന്ന് പറയുന്നത് പല സ്ത്രീകൾക്കും വലിയൊരു ട്രോമയാണ്. ഇപ്പോൾ ഈ ദിയയുടെ പ്രസവത്തിന് ശേഷം തന്നെ ഒരുപാട് സ്ത്രീകളുടെ അവരുടെ ഡെലിവറി സ്റ്റോറീസ് എഴുതുന്നുണ്ട്. ഈ വീട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകൾ, ശകാരങ്ങൾ, ആ സമയത്ത് അവർക്ക് കിട്ടാത്ത മെൻ്റൽ സ്ട്രഗിൾ, മാത്രമല്ല ഈ മുലയൂട്ടാൻ പറ്റാതെ ചിലപ്പോൾ നമുക്ക് അല്ലാത്ത മിൽക്ക് കൊടുക്കേണ്ടി വരും. ആ സമയത്ത് ഭർത്താവ് ദേഷ്യപ്പെട്ടിറങ്ങി പോകുന്നത്, കാരണം മുല കൂട്ടാൻ പറ്റാതെ, കാരണം അവർക്ക് അത്രയും പെയിൻ കാരണം എക്സ്റ്റേണൽ സപ്പോർട്ടിനെ നമ്മൾ നോക്കുമ്പോൾ ഭർത്താവ് ദേഷ്യപ്പെട്ടിറങ്ങി പോകുന്നത്. അങ്ങനെ സ്ത്രീകൾക്ക് പ്രസവം നൽകിയിട്ടുള്ള ഒരു ലൈഫ് ലോങ് ട്രോമയുണ്ട്. ആ ട്രോമയുടെ സ്റ്റോറീസ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിസേറിയനായിരുന്നു, എനിക്കും എൻ്റെ പ്രസവം വലിയൊരു ട്രോമ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും അവരുടെ പ്രസവത്തിലൂടെ സ്ത്രീകൾ ഇപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് യൂട്യൂബിൽ കോണ്ടന്റ് ആക്കി അതൊരു വലിയൊരു വരുമാന മാർഗമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പം പ്രസവം നമുക്കൊരു വരുമാനം തരുമ്പോൾ ഈ പ്രസവത്തോടുള്ള ആ ഒരു സമീപനം ഉണ്ടല്ലോ, ആ ഒരു ഭയം, അത് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് ഡോക്ടറിന് തോന്നുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സുഖപ്രസവം എന്ന് പറഞ്ഞ ആ ടേം ആരെ കൊടുത്തേന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. ബിക്കോസ് സുഖപ്രസവം ഒരിക്കലും ഒരു സുഖപ്രസവം ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് അത് റൈറ്റ് ഫ്രം പ്രഗ്നന്റ് ആവുമ്പോഴും തൊട്ട് ഡെലിവറി കഴിഞ്ഞ് ത്രൂ ഔട്ട് പ്രഗ്നൻസി പലർക്കും അത്ര ഒരു കംഫർട്ടബിൾ ഒരു ഹാപ്പി ജേർണി ആയിക്കൊള്ളണമെന്നില്ല. പല രീതിയിൽ ഓരോ ട്രൈമസ്റ്ററിലും, ആദ്യത്തെ 3 ഫസ്റ്റ് ട്രൈമസ്റ്റർ,
ഒബ്സ്റ്റട്രിക് അങ്ങനെ ത്രൂ ഔട്ട് 9 മാസത്തിലും പല ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ പ്രോബ്ലംസിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. ആൻഡ് ദെൻ ഡെലിവറി എന്ന് പറയുന്ന ഡെലിവറിയുടെ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഹാപ്പി മൊമെന്റ്സ് ഉള്ളവരുണ്ട്, അതുപോലെ തന്നെ ബാഡ് മൊമെന്റ്സ് ഉള്ളവരും ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി നോർമൽ ഡെലിവറി ആയിക്കോട്ടെ സിസേറിയൻ ആയിക്കോട്ടെ, അതിന് രണ്ടും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ സ്ത്രീകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആൻഡ് നോർമൽ ഡെലിവറി ആ കുഴപ്പമില്ല സുഖപ്രസവമായി എന്ന് പറയുന്നത് ഒരിക്കലും, ബട്ട് എന്താണ് ഈ സുഖപ്രസവം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആ ടേം ഉണ്ടല്ലോ, ഒരിക്കലും ഒരു സുഖമുള്ള പ്രോസസ്സ് അല്ലല്ലോ ഈ പ്രസവം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ സിനിമകളിലൊക്കെ വളരെ ദൈവീകമായിട്ടുള്ളൊരു പ്രോസസ് ആയിട്ടാണ്, അതായത് ഒരു സ്ത്രീയുടെ ജന്മം ധന്യമാകുന്നത് പൂർണ്ണമാകുന്നത് ഈ പ്രസവിക്കുന്നതിലൂടെയാണ് എന്ന് പറയുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ. കാരണം പല സ്ത്രീകൾക്കും പ്രസവിക്കാൻ താല്പര്യമുണ്ടായിരിക്കില്ല, പക്ഷെ ഈ ധന്യതയ്ക്ക് വേണ്ടി പൂർണ്ണതയ്ക്ക് വേണ്ടി ഈ ഇങ്ങനെ പ്രഷറൈസ് ചെയ്ത് പ്രസവിപ്പിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ടല്ലോ. ആ ചിന്താഗതിയിലൊക്കെ മാറ്റം വരണം. അങ്ങനെ ഒരാളുടെ സ്ത്രീ ജന്മം പൂർണ്ണമാകുന്നത് പറയാൻ ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കുക എന്നുള്ളത് ഒരു സ്ത്രീയുടെ പേഴ്സണൽ ചോയ്സ് ആണ്. നമ്മളത് റെസ്പെക്ട് ചെയ്യണം. ഒരു സ്ത്രീ എനിക്ക് കല്യാണമേ വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ ജോലി ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് റെസ്പെക്ട് ദാറ്റ്. സൊസൈറ്റി ഒരിക്കലും നമുക്ക് ഒരു ഫോഴ്സ് ചെയ്തിട്ടില്ല ഈ സമയമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഏജ് ഈ ഒരു ഏജിൽ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ കല്യാണം കഴിച്ച ഉടനെ നമ്മൾ കാണുന്ന ഒരു ഫിനോമിനനാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പാരന്റ്സിന്റെ സൈഡിൽ നിന്നുള്ള പല പ്രശ്നം, ഇമ്മീഡിയറ്റ്ലി പ്രഗ്നന്റ് ആവണം, ആദ്യത്തെ കുഞ്ഞ് വേണം, ആ ഒരു ഫാമിലി എന്നുള്ള അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഇപ്പൊ ഒരു കപ്പിൾ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട, എന്ത് കാരണങ്ങളും ആയിക്കോട്ടെ, അവരുടെ ഒരു പേഴ്സണൽ ചോയ്സ് വേണ്ടെന്നാണെങ്കിൽ അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. കാലം ഒരുപാട് മാറിക്കഴിഞ്ഞു, ആ ചോയ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഇപ്പം വേണ്ട, കുറെ വർഷം കഴിഞ്ഞിട്ട് ഓർ വാട്ട് എവർ ടൈം അവർക്ക് തോന്നുന്നത്, ഓഫ് കോഴ്സ് അതിൻ്റെതായിട്ടുള്ള മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് കാണും പ്രഗ്നൻസി ഒരുപാട് ലേറ്റ് ആക്കുന്നത്. ബട്ട് ദെൻ എന്താണോ അവരുടെ ചോയ്സ്, ഓരോ കപ്പിളിനും അല്ലെങ്കിൽ ഓരോ സ്ത്രീകൾക്കും അവരുടെ ഒരു ചോയ്സ് നമ്മൾ കൊടുക്കണം. നമുക്കൊരു ഫാമിലിന്നോ അല്ലെങ്കിൽ ഈവൻ ഹസ്ബൻഡിനോ ഒക്കെ നമുക്കൊരു ഫോഴ്സ്ഫുള്ളി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഈ പ്രഗ്നൻസിയും ഡെലിവറിയും. അപ്പോൾ ഓരോ സ്ത്രീയുടെയും ഓരോ ചോയ്സസും ബി കല്യാണം കഴിക്കുന്നതായിക്കോട്ടെ, പ്രഗ്നൻസിയുടെ കാര്യം ആയിക്കോട്ടെ, ചോയ്സ് ഓഫ് ഹാവിങ് സെക്കൻഡ് ചൈൽഡ് ആയിക്കോട്ടെ, എന്താണെങ്കിലും ആ ഒരു സ്ത്രീയുടെ ഒരു ചോയ്സ് നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു പ്രസവ സമയത്ത് ഇപ്പോൾ ദിയയുടെ ആണെങ്കിൽ തന്നെ ദിയയുടെ ഫാമിലി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കൂടുതൽ സമയം. അശ്വിൻ്റെ ഫാമിലി കുട്ടിയെ വന്ന് വിസിറ്റ് ചെയ്തു, ഓക്കെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പക്ഷേ നമ്മളെപ്പോഴും ഈ പ്രസവ സമയത്താണ് ഈ പെൺകുട്ടിയുടെ ഫാമിലിയും പയ്യൻ്റെ ഫാമിലിയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റും ക്ലാഷും ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ് ഈ പ്രസവ സമയം. ആ ക്ലാഷിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പെൺകുട്ടികൾ അത് ആലോചിച്ച് വല്ലാതെ വിഷമിക്കാറുണ്ട്. ആ സമയത്ത് എന്താവും, കാരണം അമ്മായിമ്മയുടെ അടുത്ത് നമുക്ക് അമ്മയോട് സംസാരിക്കുന്ന പോലെ ഒരിക്കലും ഒരു അമ്മായിമ്മയോട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നമ്മളുടെ പ്രശ്നങ്ങൾ ഒരിക്കലും ഒരു അമ്മായിമ്മയോട് തുറന്നു പറയാൻ പറ്റില്ല. പക്ഷെ ആ സമയത്തായിരിക്കും ഈ ഫാമിലി കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. കുട്ടിയെ ഞാൻ എടുക്കാം, കുട്ടിയെ ഞാൻ നോക്കാം എന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ പലപ്പോഴും ഈ അച്ഛൻ്റെ ഫാമിലി ഉണ്ടല്ലോ, അച്ഛൻ്റെ ഫാമിലിയുടെ ഒരു സാന്നിധ്യം, കാരണം പെൺകുട്ടി ആ സമയത്ത് ആഗ്രഹിക്കുന്ന സ്വന്തം ഫാമിലിയുടെ സാന്നിധ്യമായിരിക്കും. പക്ഷെ അച്ഛൻ്റെ ഫാമിലിയുടെ സാന്നിധ്യം അത് ഏതുവരെ ആകാം എന്ന് അങ്ങനെ ഡോക്ടറിന് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞ ടിപ്പിക്കൽ അമ്മായിയമ്മ അതിന്നൊക്കെ എനിക്ക് തോന്നുന്നു കുറെ മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് പേര് അമ്മായിയമ്മ മരുമക്കള് ലൈക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ ഒരു മദറിനെ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതും കാണുന്ന പഴയ കാലം വെച്ച് നോക്കുമ്പോൾ ഇന്ന് കുറച്ചും കൂടെ പ്രോഗ്രസീവ് ആണ്. അവർ സ്വന്തം മോളെ തന്നെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് ഇറ്റ്സ് എ ഫാക്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇതുപോലെ തന്നെ ഒരു ടിപ്പിക്കൽ അമ്മായിയമ്മ ഇപ്പൊ ഞങ്ങൾ കോമൺ ആയിട്ട് കാണുന്നതാണ്. ബിക്കോസ് ഒരു റൈറ്റ് ഫ്രം ഒരു ഫുഡിന്റെ പ്രഗ്നൻസി ആയപ്പം തൊട്ട് ഒരു പ്രഗ്നൻസി കെയറിൽ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് ചെയ്യണം എന്ന് തൊട്ട് തന്നെ അമ്മായിയമ്മമാരും ഇങ്ങനെ അത് ചെയ്യരുത്, അങ്ങനെ നടക്കാൻ പാടില്ല, ഇങ്ങനെ കിടക്കാൻ പാടില്ല എന്നൊക്കെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന പാരന്റ്സ് ഇൻലോസ് ഉണ്ട്. അതിന്റെ ഒരു പ്രഷർ ഇവര് നമ്മുടെ അടുത്ത് വന്നിട്ട് വല്ലാണ്ട് നമുക്ക് എന്താ വേണ്ടത്, അമ്മായിയമ്മയാണോ അമ്മയാണോ എന്നല്ല, ആഫ്റ്റർ ഓൾ ആ ഒരു കെയർ നമ്മളത് മനസ്സിലാക്കി സ്വന്തം മോളെ പോലെ തന്നെ ആണല്ലോ. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇപ്പൊ അങ്ങനെ തന്നെയാ കാണുന്നത്. പക്ഷെ എന്നാലും അങ്ങനെ കാണാത്ത കുറച്ച് ചെറിയൊരു ശതമാനം ആൾക്കാരിലാണെങ്കിലും എനിക്ക് തോന്നുന്നു അവർ ആ ത്രൂ ഔട്ട് പ്രഗ്നൻസിയിലാണെങ്കിലും അവർ എന്താണോ ആ പ്രഗ്നന്റ് ആയിട്ട് ലേഡി ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഫുഡിന്റെ കാര്യത്തിലായിക്കോട്ടെ, റെസ്റ്റിന്റെ കാര്യത്തിൽ, എവിടെ താമസിക്കണം എന്നുള്ള കാര്യത്തിലായിക്കോട്ടെ, എല്ലാറ്റിനും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഈ ഡെലിവറി
ആൻഡ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഇറ്റ്സ് എ ഹാപ്പി മൊമെന്റ്. അത് വഴക്കിടാനും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈഗോ ഇഷ്യൂസും ഒന്നും കെടുക്കേണ്ട ഒരു സമയമല്ലല്ലോ. അപ്പം അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്ത് പോവാന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അല്ല, പലപ്പോഴും അത്തരം സന്ദർഭങ്ങളിൽ ഈ പെൺകുട്ടിക്ക് താൻ അനുഭവിക്കുന്ന പ്രശ്നം അതൊന്ന് തുറന്ന് ആരോടെങ്കിലും ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹം കാണും. പലപ്പോഴും അത് മനസ്സിലാക്കുന്നത് ഡോക്ടറായിരിക്കും. പക്ഷേ പല ഡോക്ടർമാരോടും ഈ പെൺകുട്ടിക്ക് അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ ഡോക്ടർ മൂലം ഇനി ഇരട്ടി പ്രശ്നം ഉണ്ടാവോ എന്നുള്ളൊരു ഒരു ആശങ്ക ആ പെൺകുട്ടിക്ക് ഉണ്ടായിരിക്കും. അപ്പം ഡോക്ടറിന്റെ കരിയറിൽ അത്തരം പ്രശ്നങ്ങൾ ഏതെങ്കിലും പേഷ്യൻസ് അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടോ? കാരണം ഞാൻ എൻ്റെ അമ്മയുടെയും അമ്മായിമ്മയുടെയും ഇടയിൽ ഇരുന്ന് ഞെരിങ്ങയാണ് പലപ്പോഴായിട്ടും. ബിക്കോസ് ഞാൻ പൊതുവേ ഒരു ഫ്രണ്ട്ലി ഡോക്ടർ അപ്രോച്ച് ആണ് എൻ്റെ ജനറലി എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനത്തെ പലപ്പോഴും എന്നല്ല, മെജോറിറ്റി ഓഫ് പേഷ്യൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് തുറന്ന് പറയാറുണ്ട്. ഈ ഫാമിലിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നേരത്തെ പല അമ്മായിമാരും ഫുഡിന്റെ കാര്യത്തിലും ഒക്കെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഒരുപാട് പേര് തുറന്ന് പറയാറുണ്ട് ഈ പ്രശ്നങ്ങൾ. അപ്പൊ ഞാനെപ്പോഴും നമുക്ക് സപ്പോർട്ട്, ബേസിക്കലി ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രഗ്നൻസി ഈസ് ഓൾ അബൌട്ട് സപ്പോർട്ട്. പ്രഗ്നൻസി, ഡെലിവറി ആൻഡ് പോസ്റ്റ് ഡെലിവറി ഇതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഡെലിവറി കഴിഞ്ഞു എന്ന് വെച്ചിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ഫേസേ അല്ല. കാരണം ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അതൊക്കെ ഒരുപാട് ഈടായിട്ട് ഭയങ്കര കോമൺ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പലപ്പോഴും അറിയപ്പെടാതെ പോകുന്ന ഒരു കണ്ടീഷനാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. അപ്പോൾ റൈറ്റ് ഫ്രം പ്രഗ്നൻസി ടു ഡെലിവറി ടു ആ ഒരു എന്താ പറയാ, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫേസിലൊക്കെ സപ്പോർട്ട് എന്നുള്ളതാണ്. ഡോക്ടറിന്റെ സപ്പോർട്ട്, ഹസ്ബൻഡിന്റെ സപ്പോർട്ട്, ഫാമിലിയുടെ സപ്പോർട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വേറെ എന്ത് മെഡിസിനേക്കാളും ഏറ്റവും കൂടുതൽ വേണ്ട ആ സപ്പോർട്ടാണ്. ഈ പലപ്പോഴും ഈ ഡെലിവറി സമയത്ത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളൊപ്പമുള്ള ആൾക്കാരുണ്ടല്ലോ, അവളോട് എങ്ങനെ പെരുമാറി, എന്തെല്ലാം ചെയ്തു എന്നുള്ളത് ഒരിക്കലും ആ പെൺകുട്ടി ലൈഫ് ലോങ് ആ പെൺകുട്ടി മറക്കില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവരോട് പ്രതികാരം ചെയ്യുക അങ്ങനെയൊന്നും ഇല്ലായിരിക്കും, പക്ഷേ അവരെങ്ങനെ പെരുമാറി എന്നുള്ളത്, അത് സ്വന്തം അമ്മയാവട്ടെ, അമ്മായിമ്മയാവട്ടെ, സുഹൃത്താകട്ടെ, ഭർത്താവട്ടെ, അവരെങ്ങനെ പെരുമാറി എന്നുള്ളത് ആ പെൺകുട്ടി മറക്കില്ല. അതെന്തുകൊണ്ടാണ് ആ ഒരു മുറിവ് ആഴത്തിൽ ആ പെൺകുട്ടിയുടെ മനസ്സിൽ ആ ഒരു സമയത്ത് ആഴത്തിൽ പതിയാനുള്ള കാരണം എന്താണ്? ബിക്കോസ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ചേഞ്ചസ്, ഒരു ഹോർമോണൽ ചേഞ്ചസ് ടു ഫിസിക്കൽ, പല രീതിയിലുള്ള ഫിസിക്കൽ ചേഞ്ചസ്, ഫുൾ നമ്മുടെ ബോഡി മൊത്തത്തിൽ മാറുകയാണ്. ഫിസിക്കലി മാത്രമല്ല, ഇമോഷണലി കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന, നമ്മൾ അതിലൂടെ കടന്നു പോവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫേസിൽ നമുക്ക് ഒരു സപ്പോർട്ട് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സമയത്ത് നമുക്ക് അത് പ്രതീക്ഷിച്ച ആൾക്കാരിൽ നിന്ന് അത് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നമ്മുടെ ട്രോമയായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കും. ആൻഡ് പിന്നെ മാത്രമല്ല, ഈ ഒരു ഇതിലൂടെയൊക്കെ കടന്നു കഴിയുമ്പം, ഒരു ബേബി കഴിയുമ്പോൾ പലപ്പോഴും പല സ്ത്രീകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്കൊന്നും മതി, അതുകൂടെ നിർത്തി, ആ എക്സ്പീരിയൻസോടെ ഇനി വേണ്ട എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഇതിലേക്ക് വരെ എത്തിപ്പോറുണ്ട്. ബിക്കോസ് അത് അത്രയും അവര് ഡീപ്ലി അവരിലത് ഒരു ട്രോമയായിട്ട് എഫക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ നേരത്തെ ഫോർ എക്സാമ്പിൾ ചേഞ്ചസ്, ആ ഒരു സമയത്ത് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഇപ്പം പല ഹോർമോണൽ ചേഞ്ചസ്, ഹസ്ബൻഡ്സിനോട് തന്നെ ദേഷ്യം വരിക, അങ്ങനെ പലർക്കും പല രീതിയിലുള്ള ഒരു വികാരങ്ങളാണ് ആ സമയത്ത്. ലൈക്ക് റൈറ്റ് ഫ്രം ഈ ഫുഡിന്റെ ടേസ്റ്റ് മാറുന്ന പോലെ, ചിലപ്പം ഈ വെജിറ്റേറിയൻ ഫുഡ് ഒട്ടും ഇഷ്ടമല്ലാത്തവർക്ക് ആ പ്രഗ്നൻസി ടൈമിൽ കംപ്ലീറ്റ് വെജിറ്റേറിയൻ ഫുഡ് ആയിരിക്കും ഇഷ്ടം. ലവിങ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ആ ഒരു സമയത്ത് ഒരു പക്ഷേ കംപ്ലീറ്റ് മാറിപ്പോവും. ഹസ്ബൻഡ് സ്മെല്ല് ഇഷ്ടപ്പെടില്ല, ഹസ്ബൻഡ് അടുത്തേക്ക് വരുന്ന ഇഷ്ടം, നോട്ട് ബിക്കോസ് അത് ഹസ്ബൻഡിനോടുള്ള ഇഷ്ടം കുറഞ്ഞുകൊണ്ടല്ല, പക്ഷെ ആ ഒരു ചേഞ്ചസ് ആ പ്രഗ്നൻസിയിൽ വരുന്ന. അപ്പോൾ ഓഫ് കോഴ്സ് അങ്ങനത്തെ ഒരു സമയത്തിലൂടെ കടന്നു പോകുമ്പം ഇതൊക്കെ ഭയങ്കര ഡീപ്ലി എഫക്ട് ചെയ്യും, ഒരു ട്രോമയായിട്ട് തന്നെ മാറും. അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ അത് കിട്ടിയില്ലെങ്കിൽ അത് ഈ ട്രോമയുടെ പറയുമ്പോഴാണ്. കാരണം ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നത്, ഇപ്പം ശ്വേതാ മേനോൻ ആ സമയത്ത് ഈ പ്രസവ വീഡിയോ ചിത്രീകരിച്ചു, അതിനുശേഷം പ്രസവിച്ചു. അപ്പം അവർ കേട്ട വിമർശനങ്ങളുണ്ടല്ലോ, ഈ സൊസൈറ്റിയിൽ നിന്ന് കേട്ട വിമർശനങ്ങൾ, അതും ആ സമയത്ത് തൻ്റെ വളരെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തത്തിൽ ഇത്രയും വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ആ സ്ത്രീ അത് ബാധിക്കാനുള്ളൊരു സാധ്യതയില്ലേ? മാനസികമായി തന്നെ എനിക്കൊന്ന് ശ്വേത അത്രത്തോളം മനോധൈര്യമുള്ള ഒരു അല്ലെങ്കിൽ നമുക്കറിയാം ഷീസ് എ വെരി സ്ട്രോങ് വുമൻ. അപ്പം ആ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ അത്രയൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വുഡ് ഹാവ് എഫക്റ്റഡ് ഹർ. കാരണം അത്രയും ഒരു ബോൾഡ് ആയതുകൊണ്ടാണ് ആ ഒരു സ്റ്റേജൊക്കെ ഓവർകം ചെയ്തിട്ട് വന്നത്. ഡോക്ടർ, ഇപ്പോൾ ഈ പ്രസവത്തിനെ കുറിച്ചുള്ള ഈ സൊസൈറ്റിയിൽ നിൽക്കുന്ന ഈ ടാബു ഉണ്ടല്ലോ, ഈ ടാബു കാരണമാണ് പല പെൺകുട്ടികൾക്കും പ്രസവിക്കാൻ തന്നെ പേടിയാവുന്നതും അത് കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നത്. കാരണം ഇതുപോലെ കുട്ടി രാത്രി ഉറങ്ങില്ല,
നമ്മളെ ഉറക്കം നഷ്ടപ്പെടും. മാത്രമല്ല കുട്ടി ഇങ്ങനെ മെലിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ അമ്മമാരുടെ പ്രശ്നം കൊണ്ടാണ്, അമ്മമാർ ജോലിക്ക് പോകുന്നതുകൊണ്ടാണ് കുട്ടിയെ നല്ലോണം നോക്കാൻ പറ്റാത്തത്. അങ്ങനെയുള്ള മാത്രമല്ല ഈ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ അത് കുറച്ചിങ്ങനെ നല്ല തടി വെച്ചിങ്ങനെ കൊഴുത്തിരിക്കുന്നത് അത് കാണുന്നതാണല്ലോ ആൾക്കാർക്ക് ഇഷ്ടം. അപ്പോൾ ഈ കുട്ടിയായിരിക്കുമ്പോൾ ഇങ്ങനെ തടിച്ചിരിക്കണം, വലുതാവുമ്പോൾ മെലിഞ്ഞിരിക്കണം. അങ്ങനെയാണല്ലോ. അപ്പം ആ രീതിയിലാണ് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ടാബൂസ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ, ഒരു പ്രമുഖ ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ ഇത്തരം ടാബൂസിനെയൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഇടപെടലാണ് ചെയ്യാൻ പറ്റുന്നത്? ടാബു ബ്രേക്കിംഗ് ആണ് ഏറ്റവും വലിയ ചലഞ്ച്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ലൈക്ക് ഈ പറഞ്ഞ പോലെ റൈറ്റ് ഫ്രം പ്രഗ്നൻസി ടു ഡെലിവറി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കുട്ടിയെ എങ്ങനെ വളർത്തണം എന്നുള്ളതിന് വരെ നമുക്ക് മൾട്ടിപ്പിൾ അഡ്വൈസസ് ആയിരിക്കും മീൻ ഫാമിലീസിന്റെ സൈഡ്. നമ്മൾ ഈ പറഞ്ഞ നൊന്ത് പ്രസവിച്ച ഒരു കുഞ്ഞിനെ വളർത്തി കൊണ്ടുവരാൻ ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മളത് അറിയാത്തവരാണെങ്കിലും ആ ഒരു പ്രോസസ്സിൽ നമ്മൾ അത് പഠിക്കും. പക്ഷെ അത് കൂടാണ്ട് നമുക്ക് ഒരുപാട് അഡ്വൈസസ്, അൺനെസസറി അഡ്വൈസ്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ എടുക്കരുത്, അങ്ങനെ തിരിക്കരുത്. ഇപ്പൊ പ്രത്യേകിച്ചും ഒരു വർക്കിംഗ് വുമൺ എന്നല്ല, ഈവൻ ഹൗസ് വൈഫ്, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വർക്കിംഗ് വുമണിനെക്കാളും ഒരു ഹൗസ് വൈഫിനാണ് ഏറ്റവും വലിയ ചലഞ്ച്. ബിക്കോസ് അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ അത് നോക്കണം. ലൈക്ക് ഹസ്ബൻഡ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കണം. ഞാൻ എപ്പോഴും പറയും, എനിക്ക് തോന്നുന്നു ഏറ്റവും ഡിഫിക്കൽട്ട് ജോബ് ഫോർ എ വുമൺ ഇസ് ബീങ് എ ഹോം മേക്കർ. കാരണം